അമ്മ ഇങ്ങനെ കൈ കാണിക്കുന്ന കാണുന്നത്. ഇങ്ങനെ കൈ കാണിക്കുമ്പോൾ ഈ അമ്മയുടെ കയ്യിൽ ഈ മന്ത്രം എഴുതിയ പേപ്പർ ഇങ്ങനെ കറങ്ങി വന്നു. ആരൊക്കെ പാസ് ചെയ്ത് വന്നു. ഞാനും സ്വാമിയുള്ള സംസാരിച്ച കാര്യം ആരും അറിയില്ല. സ്വാമി അവിടെ ഇരിപ്പുണ്ട് പുറത്ത്. സ്വാമി അവിടെ ഇരിക്കുന്ന സ്വാമിയുടെ പ്രത്യക്ഷത്തിലാണ് ഞാൻ ഇവിടെ പോണത്. ഒരു കമ്മ്യൂണിക്കേഷൻ അതിനിടയ്ക്ക് നടന്നില്ല. അമ്മ ഇങ്ങനെ കൈ കാണിക്കലും ഈ മന്ത്രം എഴുതിയ പേപ്പർ അമ്മയുടെ കയ്യിൽ. അമ്മ ഇത് നോക്കുന്നില്ല, അതിങ്ങനെ പിടിക്കാം അമ്മ. എന്നിട്ട് എൻ്റെ ചെവി കൊണ്ട് പിടിച്ചിട്ട് ഒരു ചെവി അടയ്ക്കടാന്ന് പറഞ്ഞു. അടച്ചിട്ട് ഈ ചെവിയിൽ പറഞ്ഞു, ഇതിൻ്റെ മുന്നോട്ടുള്ള പഠനങ്ങളും അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ തനിക്ക് എവിടുന്നെങ്കിലും കിട്ടും. താൻ ഇതിനെ അന്വേഷിച്ച് വേറെ സ്ഥലത്ത് പോകണ്ട, തനിക്ക് ഇത് കിട്ടിക്കോളും എന്ന് പറഞ്ഞു. ആ തന്ത്രവിദ്യാപീഠം എന്ന് പറഞ്ഞാൽ മാധവജി സ്ഥാപിച്ച സ്ഥാപനം ഉണ്ടായതുകൊണ്ടാണ് തന്ത്രത്തിന് ഇത്രത്തോളം സ്വീകാര്യത ഇന്നത്തെ കാലഘട്ടത്തിലുണ്ടായത്. അതുകൊണ്ട് തന്നെ മാധവജിയെപ്പോലെയും എൻ്റെ ഗുരുനാഥൻ കൽപ്പഴ ദിവാകരൻ നമ്പൂതിരിപ്പാട്, അവർ രണ്ടുപേരും ആണ് ഇതിൻ്റെ ഏറ്റവും ആദ്യകാലത്തെ പ്രവർത്തകർ. ഒരാൾ സുഖമായിരിക്കുമ്പം ഒരാൾ ശുശ്രൂഷിക്കുന്നതും വയ്യാതിരിക്കുമ്പോൾ ശുശ്രൂഷിക്കുന്നതും വ്യത്യാസമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ സംസാരിച്ചപ്പം എന്നോട് പറഞ്ഞ ഒരാളാണ്, ഹരീഷേട്ടൻ വയ്യാതിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയതാണ് ഭാഗ്യം എന്ന് പറയാറുണ്ട്. കാര്യം വയ്യാതിരിക്കുമ്പോൾ ശുശ്രൂഷിക്കുന്നതിനാണ് പ്രാധാന്യം. കേരളത്തിലെല്ലാ കൊട്ടാരങ്ങളിലും ശ്രീവിദ്യാ സംബന്ധമായിട്ടുള്ള ഉപാസനാ പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളുണ്ട്. ഇപ്പോൾ കായംകുളം രാജാവിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അതിനെക്കുറിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ സാളഗ്രാമവും അതുപോലെ അദ്ദേഹത്തിന് ഉപാസിച്ചിരുന്ന ഈ ശ്രീചക്രത്തിൻ്റെ മേരു അതൊക്കെ പോയതിനു ശേഷമാണ് അദ്ദേഹത്തെ നാശമുണ്ടായത് എന്നൊക്കെ നമ്മുടെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം എടുത്താൽ ഏത് ചരിത്രത്തിലും അല്ലെങ്കിൽ ഏത് വീടുമായിട്ടോ അല്ലെങ്കിൽ കൊട്ടാരമായിട്ടോ അല്ലെങ്കിൽ ഏതൊരു വാസസ്ഥാനമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ആരാധന സമ്പ്രദായം ഉണ്ടാവും. അതിപ്പോൾ ശ്രീവിദ്യ ആവണമെന്നില്ല, ഏതും ആവാം. ഇപ്പോൾ നമ്മളൊരു വ്യക്തിയിൽ നിന്ന് കടന്ന് സമൂഹത്തിൽ നിന്ന് രാജ്യമെന്നുള്ള വലിയൊരു മാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമ്പ്രദായം തുടർന്നു പോകുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഭാരതത്തിൽ, കേരളത്തിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു സ്വാധീനം എന്തായിരുന്നു? വളരെ നല്ലൊരു ചോദ്യമാണ്. എൻ്റെ റിസർച്ച് സമയത്ത് എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ, കേരളത്തിൻ്റെ ഒരു ചരിത്രം നമ്മൾ എടുക്കുമ്പം രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം, നേരത്തെ പറഞ്ഞ ആ ഒരു രാജഭരണത്തിൻ്റെ സ്ട്രക്ചറിൽ ഈ ഉപാസന എങ്ങനെയായിരുന്നു വന്നത് അതേപോലെ തന്നെയാണ്. രാജാക്കന്മാരുടെ ഒരു കാലഘട്ടത്തിൽ കൊട്ടാരമായിട്ട് ബന്ധപ്പെട്ട് ആണല്ലോ അവരുടെ ജീവിത രീതി. അതുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ആരാധനാ കേന്ദ്രങ്ങളൊക്കെ അവർക്കുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കേരളത്തിലെല്ലാ കൊട്ടാരങ്ങളിലും ശ്രീവിദ്യാ സംബന്ധമായിട്ടുള്ള ഉപാസനാ പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളുണ്ട്. ഇപ്പോൾ കായംകുളം രാജാവിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അതിനെക്കുറിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ സാളഗ്രാമവും അതുപോലെ അദ്ദേഹത്തിന് ഉപാസിച്ചിരുന്ന ഈ ശ്രീചക്രത്തിൻ്റെ മേരു അതൊക്കെ പോയതിനു ശേഷമാണ് അദ്ദേഹത്തെ നാശമുണ്ടായത് എന്നൊക്കെ നമ്മുടെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നതുപോലെ ഇവരെ നിലനിർത്തുന്നതാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം എടുത്താൽ ഏത് ചരിത്രത്തിലും അല്ലെങ്കിൽ ഏത് വീടുമായിട്ടോ അല്ലെങ്കിൽ കൊട്ടാരമായിട്ടോ അല്ലെങ്കിൽ ഏതൊരു വാസസ്ഥാനമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ആരാധന സമ്പ്രദായം ഉണ്ടാവും. അതിപ്പോൾ ശ്രീവിദ്യ ആവണമെന്നില്ല, ഏതും ആവാം. ഏത് രീതിയിലും ഉപാസിക്കാം. അവരെ ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നത് ആരോ അല്ലെങ്കിൽ എന്തോ അതിനെ അവർ ആരാധിക്കുക. ഭയത്തിൽ നിന്നാണ് ഈ ആരാധന ഉണ്ടാകുന്നതല്ല. അപ്പോൾ ആ ഭയത്തെ മറികടക്കാനായിട്ട് ഇന്ന ദേവതയെ ആരാധിച്ചാൽ ഭയം മാറും എന്നുള്ളവർ മനസ്സിലാക്കുകയാണ് അനുഭവത്തിലൂടെ. അപ്പോൾ അങ്ങനെ വന്നപ്പം രാജാവിനെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കാനായിട്ട് നേരത്തെ പറഞ്ഞ മഹാരാജ്ഞിയാണ്. ഒരു രാജാവ് എന്നുള്ള ആ പ്രോട്ടോക്കോളിൽ നിൽക്കുന്ന സമയത്ത് അതിന് സമമായിട്ടോ അതിന് മേളിലേക്കുള്ളതല്ലേ ഉപാസന, അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുള്ളൂ. ആ പ്രോട്ടോക്കോളിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട് ആരും തയ്യാറാവില്ല. പൊതുവേ അങ്ങനെയാണല്ലോ മനുഷ്യൻ്റെ ഒരു ചിന്താഗതി അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ആ ലെവലുള്ള ആളുകൾ അതിനെ ഉപാസിക്കും, അതിന് തൊട്ട് താഴെയുള്ള ആൾ അതിന് അനുസരിച്ച് ഉപാസിക്കും. എന്നതുപോലെ ഈ രാജകൊട്ടാരമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ വന്ന എങ്ങനെയാണ് അതിനെ പ്രയോജനപ്പെടുത്തിയെന്ന് പറയുമ്പോൾ രാജകൊട്ടാരങ്ങളിലെല്ലാം ഈ ശ്രീചക്ര ഉപാസനാ പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും ഏത് കൊട്ടാരത്തിൽ നോക്കിയാലും അവർക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഞാനതിൻ്റെ റിസർച്ച് കാലഘട്ടത്തിൽ അന്വേഷിച്ചപ്പോൾ ഞാൻ കണ്ടു ബോധ്യപ്പെട്ടതാണ്. ഇന്നും പല കൊട്ടാരങ്ങളിലും അതിൻ്റെ പൂജാ സമ്പ്രദായങ്ങൾ ഇപ്പോഴും നടന്നു പോരുന്നുണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. അത് അവരെ നിലനിർത്തുന്നു എന്നുള്ളതാണ് അവർ ബോധ്യമാണ്. അതില്ലാതിരുന്ന കാലത്ത് ഭരണങ്ങൾ തകർന്നു, കൊട്ടാരങ്ങൾ നശിച്ചു, അവരുടെ ആളുകൾക്ക് പലർക്കും പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ ഒരു തിരിഞ്ഞുപോക്കാണ് അങ്ങോട്ട്.
അതുപോലെ കാവുകളെ സംബന്ധിച്ച് ഇപ്പോൾ കാവുകൾക്ക് ഇന്ന് വലിയ പ്രാധാന്യമുണ്ട്. ഈ കാവുകളെ സംബന്ധിച്ച് പല റിസർച്ചുകൾ ഇന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ പല കാവുകൾ ക്ഷേത്രങ്ങളുടെ മാതൃകയിലേക്ക് മാറിയപ്പോൾ പ്രാചീനമായിട്ടുള്ള ആരാധനാ സമ്പ്രദായം മാറി. അപ്പോൾ വീണ്ടും തിരിച്ച് അങ്ങോട്ടൊരു പോക്ക് ഉണ്ട്. അപ്പോൾ അവരുടെ ജീവിത രീതി, അവരുടെ ജീവിത സാഹചര്യം, അവരുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് അതാണ് ഉത്തമമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി അപ്പോൾ ആ സ്ട്രക്ചറിൽ അവരതിനെ സ്വീകരിച്ചു. അത് ആ സ്ട്രക്ചറിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓരോ ലെവലിൽ വരുമ്പോഴും ഓരോ സ്ട്രീമിലേക്ക് വരുമ്പോഴും അവരവർക്ക് പറ്റിയ ചില ഉപാസനാ പദ്ധതികൾ, ചില മന്ത്രങ്ങൾ ഒക്കെ ഉണ്ട്. അത് ആ മന്ത്രത്തെ അറിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം നമോ നാരായണായ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ നാരായണനെ നമിക്കുന്നു എന്നാണ് അർത്ഥം. അതിൽ വേറെ പ്രത്യേകിച്ച് അർത്ഥമൊന്നും പ്രത്യക്ഷത്തിലില്ല. പക്ഷേ ഞാൻ നമിക്കുന്നു എന്ന് പറയുമ്പം എനിക്ക് ഞാൻ മറ്റൊരാളുടെ മുമ്പിൽ തലകുനിക്കാനാണ് എല്ലാവർക്കും മടി. അല്ലെങ്കിൽ അവിടെയാണ് നമ്മളെ കോംപ്ലക്സ് വർക്കൗട്ട് ചെയ്യുക. ഒരാളുടെ മുമ്പിൽ ഞാനങ്ങനെ തലകുനിക്കും, ഒരാളുടെ മുമ്പിൽ ഞാനങ്ങനെ നമസ്കരിക്കും, ഒരാൾ കാല് ഞാനങ്ങനെ പിടിക്കും എന്നതാണ് അവിടെയാണ് ഈഗോ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പം ഞാൻ എന്നെ ബോധ്യപ്പെടുത്തുകയാണ് എന്നെക്കാൾ വലിയവനാണ് നാരായണൻ, ആ നാരായണനെ ഞാൻ നമിക്കുന്നു. അല്ലെങ്കിൽ എന്നെക്കാൾ വലിയവനാണ് ശിവൻ, ആ ശിവനെ ഞാൻ നമിക്കുന്നു. അപ്പോൾ എന്നെക്കാൾ വലിയവരാരും ഉണ്ടെന്ന് ഞാൻ എന്നെ ബോധ്യപ്പെടുത്തുകയാണ്. ആ ബോധ്യപ്പെടുത്താനാണ് ഇതെല്ലാം നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അത് ബോധ്യപ്പെടണം. അത് പലപ്പോഴും നമ്മുടെ മായയുടെ ശക്തി എത്രയോളം ഉണ്ട്. അപ്പോൾ മായ നമ്മളെ മറച്ചിട്ട് വീണ്ടും വീണ്ടും ഈഗോ നമ്മളിലുണ്ടാക്കും. നമുക്ക് ആ ഈഗോ എപ്പോഴാണ് കട്ടാവുക, അപ്പോഴാണ് ഇതിനൊക്കെ രക്ഷ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള സമ്പ്രദായം, തന്ത്രശാസ്ത്ര സമ്പ്രദായം എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കുണ്ട്. ഞാൻ ആ കാറ്റഗറൈസ് ചെയ്ത് പറയല്ല, സംസ്കാരം ആയിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഓരോ തലത്തിലും ജീവിച്ച ആളുകളുണ്ട്. അവർക്കെല്ലാം അവരുടെ ആരാധനാ സമ്പ്രദായങ്ങൾ ആ രീതിയിൽ തന്നെയാണ് ചിട്ടപ്പെടുത്തി വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെതായിട്ടുള്ള പദ്ധതികളുണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, യുദ്ധത്തിന് പോകുന്ന ഒരു സാഹചര്യത്തിൽ യുദ്ധത്തിൻ്റെ ഭടൻ അല്ലെങ്കിൽ ആ യുദ്ധം ചെയ്യുന്ന ആൾ ഒരു സാത്വിക ഉപാസകനാണെങ്കിൽ എങ്ങനെ യുദ്ധം ചെയ്യും? സാധിക്കില്ല. സാത്വികമായിട്ട് നെയ്യ് മാത്രം കൂട്ടി പാൽപ്പായസം മാത്രം കഴിച്ച് ജീവിച്ച ഒരാൾ, ആ രീതിയിൽ മാത്രം സങ്കല്പമുള്ള ആൾ എങ്ങനെ യുദ്ധം ചെയ്യും? ചോര കണ്ട ഭയം. അപ്പോൾ അവിടെയാണ് വീരോപാസന ഒരു പ്രാധാന്യം. അപ്പോൾ നമ്മൾ കളരി ദേവതകളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ വീരോപാസനയ്ക്ക് ഈ നിർഭയത്വം എന്ന് പറയുന്ന ഭാവം വേണം. ആ നിർഭയത്വം ഉണ്ടാവണമെങ്കിൽ അതിനെല്ലാം ഈ രീതിയിൽ നമുക്ക് ബോധ്യപ്പെടണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഉപാസനാ പദ്ധതികൾ തന്ത്രശാസ്ത്രം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഓരോ ജീവിതശൈലി, കർഷകരെ സംബന്ധിച്ച് കൃഷിയിൽ ഏറ്റവും കൂടുതൽ വിളവെടുപ്പ് ഉണ്ടാവണമെങ്കിൽ ആ കൃഷിയുമായി ബന്ധപ്പെട്ട ദേവനെ ആരാധിക്കണം. അപ്പോൾ അങ്ങനെ ഓരോ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കും ഏതാണോ ആവശ്യം ആ ആവശ്യത്തിനനുസരിച്ച് തന്നെയാണ് ശാസ്ത്രം ഇതിനെല്ലാം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട്. എല്ലാ ദേവതയ്ക്കും എല്ലാ പദ്ധതിക്കും എല്ലാം അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഗ്രന്ഥമുണ്ട്, അറിവ് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോഴും ഗുരുവിൻ്റെ സാന്നിധ്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതിയാണല്ലോ സനാതനമായിട്ടുള്ള എല്ലാ പാരമ്പര്യങ്ങൾക്കും ഗുരുവിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്രന്ഥത്തെ പരിചയപ്പെട്ടു നമ്മുടെ ജീവിതം ഒരു യാത്രയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണല്ലോ. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് മന്ത്രങ്ങളുണ്ട്, ഒരുപാട് ദേവതകളുണ്ട്. അപ്പോൾ ഒരു ഗുരുവാണോ നമുക്ക് പറഞ്ഞു തരേണ്ടത്, നിങ്ങൾ ഇതായിരിക്കണം, ഈ ഒരു ഉപാസന ആയിരിക്കണം പാലിക്കേണ്ടത്? ഇപ്പോൾ അങ്ങയുടെ ജീവിതത്തിൽ തന്നെ കൽപ്പുഴ ദിവാകരൻ നമ്പൂതിരിയെ പോലെ മഹത്തായ ഒരുപാട് പേരുടെ സാന്നിധ്യം അനുഭവിച്ച് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് ഈ യാത്ര എങ്ങനെയായിരിക്കും? ഗുരുവിലേക്കുള്ള ആ ഒരു യാത്ര എങ്ങനെയായിരിക്കും? അതിപ്പോൾ ഞാൻ ആ ചോദ്യം തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ അനുഭവത്തിലൂടെ പറയാമെന്ന് ഞാൻ മനസ്സിലങ്ങോട്ട് വിചാരിക്കുകയായിരുന്നു. അതായത് ചോദ്യത്തിനുള്ള മറുപടി അതാണ്. ഒരാൾ ഒരു കാര്യത്തിലെത്തണമെങ്കിൽ അതിനൊരു നിയോഗം ഉണ്ടായിരിക്കണം. ആ നിയോഗം ചിലപ്പോൾ ഈ ജന്മത്തിലെ കർമ്മം കൊണ്ടായിരിക്കും, അതല്ലെങ്കിൽ അനേകകാലം മുൻപേ ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളെ കൊണ്ടായിരിക്കാം. അപ്പോൾ ആ ജന്മത്തിലെ കഴിഞ്ഞ ജന്മങ്ങളിലെ പ്രാരാബ്ധം മുഴുവൻ നമ്മൾ അനുഭവിച്ച് തീർത്തിട്ട് നമുക്ക് ഈ കെട്ടുപാടുകളിൽ നിന്നെല്ലാം വിട്ടിട്ട് ഒരു മോക്ഷം ഉണ്ടാവണമല്ലോ, ഒരു മോചനം ആണ് മോക്ഷം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്തുന്ന ഒരു സമയമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്താണോ നേടേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എന്താണോ അറിയേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എന്താണോ ആവശ്യം ഈ ജന്മത്തിലും എന്ന് മനസ്സിലാക്കാനായിട്ട് ചില തിരിച്ചറിവുകൾ നമുക്ക് തരും. അതിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് ആത്മീയ സഞ്ചാരത്തിലൊക്കെ
ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ ആത്മീയ തലത്തിലേക്ക് ഒരാളെത്തുമ്പോൾ അതിനൊരു സാഹചര്യം ഉണ്ടായിരിക്കും. അത് ഭൗതിക തലത്തിലാണെങ്കിലും ഉണ്ടായിരിക്കും. ഭൗതിക തലത്തിൽ നിന്ന് ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അതിനൊരു ഇതുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ എങ്ങനെയാണ് അതിനകത്ത് എത്തിയെന്നുള്ളതിനെക്കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് സംസ്കൃതം തന്നെ ഞാൻ പഠിക്കുന്നത്. സംസ്കൃതത്തിൽ പണ്ട് 10ാം ക്ലാസ്സിന് മുൻപേ സഹസ്രനാമങ്ങളൊക്കെ ചൊല്ലുമായിരുന്നു എന്നതല്ലാതെ, ഭഗവത്ഗീതയൊക്കെ ചൊല്ലുമായിരുന്നു എന്നല്ലാതെ എന്താണ് സംസ്കൃതം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ തന്ത്രം പഠിക്കാനായിട്ട് ഒരവസരം കിട്ടി. തന്ത്ര വിദ്യാപീഠം ആലുവയിൽ എൻ്റെ ഗുരുകുലമാണ്. എന്നെപ്പോലെ ധാരാളം ആളുകൾ അവിടെ പഠിച്ച് പാസ്സായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ തന്ത്രത്തെ, ആ തന്ത്ര വിദ്യാപീഠം എന്ന് പറഞ്ഞാൽ മാധവജി സ്ഥാപിച്ച സ്ഥാപനം ഉണ്ടായതുകൊണ്ടാണ് തന്ത്രത്തിന് ഇത്രത്തോളം സ്വീകാര്യത ഇന്നത്തെ കാലഘട്ടത്തിലുണ്ടായത്. അതുകൊണ്ട് തന്നെ മാധവജിയെപ്പോലെയും എൻ്റെ ഗുരുനാഥൻ കൽപ്പന ദിവാകരൻ നമ്പൂതിരിപ്പാട്, അവർ രണ്ടുപേരും ആണ് ഇതിൻ്റെ ഏറ്റവും ആദ്യകാലത്തെ പ്രവർത്തകർ. അപ്പോൾ ഗുരുനാഥൻ്റെ ആ യാത്രയിൽ, ഗുരുനാഥൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഞാൻ അവിടെ എത്തുന്നത്. ആ സമയത്തേക്ക് ഗുരുനാഥന് വയ്യാതായി, ഒരു ഭാഗം തളർന്ന് കിടപ്പായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കേണ്ട ചുമതല ഞങ്ങളെ ഓരോ വിദ്യാർത്ഥികൾക്കുണ്ട് വിദ്യാപീഠത്തിൽ പഠിക്കുന്ന കാലത്ത്. അപ്പോൾ ഓരോ ബാച്ചിൽ 8 പേര് 10 പേരൊക്കെയാണ് ഓരോ ബാച്ചിൽ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ റൂമിൽ പോയി നിൽക്കണം. അദ്ദേഹത്തെ കുളിപ്പിക്കാൻ കൊണ്ടുപോകണം, എണ്ണ തേപ്പിക്കണം, കുളിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് ചിലപ്പം മോഷണമൊക്കെ പോകുന്ന സമയത്ത് വളരെ കിടക്കയിലൊക്കെ വയ്യാതിരിക്കുന്ന സമയമാണല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ വൃത്തിയാക്കണം. ഒരു മടിയും അതിനൊന്നും ഉണ്ടാകാൻ പാടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതാണ് അങ്ങനെ ശുശ്രൂഷിക്കാനൊക്കെ പറ്റിയത്. അദ്ദേഹത്തിന് മരുന്ന് കൊടുക്കണം, വസ്തി പോലെയുള്ള ചില കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മളത് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിന് അത്രത്തോളം ഒരാൾ സുഖമായിരിക്കുമ്പം ഒരാൾ ശുശ്രൂഷിക്കുന്നതും വയ്യാതിരിക്കുമ്പോൾ ശുശ്രൂഷിക്കുന്നതും വ്യത്യാസമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ സംസാരിച്ചപ്പം എന്നോട് പറഞ്ഞ ഒരാളാണ്, ഹരീഷേട്ടൻ വയ്യാതിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയതാണ് ഭാഗ്യം എന്ന് പറയാറുണ്ട്. കാര്യം വയ്യാതിരിക്കുമ്പോൾ ശുശ്രൂഷിക്കുന്നതിനാണ് പ്രാധാന്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്നൊരവസരത്തിൽ ഞാൻ അദ്ദേഹത്തോട് ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ അലമാരയ്ക്കകത്തുണ്ട്. അപ്പോൾ ഇടയ്ക്ക് പോകുമ്പോൾ ഒക്കെ അത് വായിച്ചു നോക്കും. വായിക്കുമ്പോൾ ഒരു തവണ ഞാൻ ചോദിച്ചു, എനിക്ക് ശ്രീവിദ്യ ഉപാസന ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. തനിക്ക് വേറെ ഒന്നും വേണ്ടേന്ന് പറഞ്ഞു. അങ്ങനെയല്ല, എനിക്കൊരാഗ്രഹം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഉള്ളെന്നുള്ള ആഗ്രഹമാണോ ചോദിച്ചു. അതെ, ഉള്ളെന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ എന്നോട് ഇന്ന ദിവസം വരാൻ വേണ്ടി പറഞ്ഞു. പിന്നെ കുളിച്ച് ഭക്ഷണം ഒന്നും കഴിക്കുന്നതിന് മുമ്പേ ഇന്ന ദിവസം രാവിലെ ഏറിനടുത്ത് വരണം. അപ്പോൾ ഞാൻ ചെന്നു. എനിക്ക് ആദ്യത്തെ മന്ത്രം അങ്ങനെ പറഞ്ഞു തന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 2-3 ഘട്ടമായിട്ടാണ് അദ്ദേഹം മന്ത്ര ഉപാസന എന്നിലേക്ക് തന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വയ്യാതിരിക്കുന്ന സമയമായതുകൊണ്ട് എന്നോട് പറഞ്ഞു, ഇതിൻ്റെ മുന്നോട്ടുള്ള പഠനങ്ങളും അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ തനിക്ക് എവിടുന്നെങ്കിലും കിട്ടും, താൻ ഇതിനെ അന്വേഷിച്ച് വേറെ സ്ഥലത്ത് പോകണ്ട, തനിക്ക് ഇത് കിട്ടിക്കോളും എന്ന് പറഞ്ഞു. വേറെ ശരി. അങ്ങനെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് 1998-99 ആ സമയത്താണ് എനിക്ക് ദീക്ഷ കിട്ടുന്നത് ആദ്യമായിട്ട്. അപ്പോൾ ഡിഗ്രിക്ക് 2003 ശേഷമാണ് ചേരുന്നത്. അപ്പോൾ ഡിഗ്രി ഫൈനൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെൺമണി ഭവദാസ നമ്പൂതിരി അദ്ദേഹനെ പഠിപ്പിച്ചാണ്, അനിൽ സാർ എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് ഒരു തവണ പോയി. കലോത്സവം നടക്കുന്ന സമയത്ത് കാലടി യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് പോയപ്പോൾ അദ്ദേഹം ഒരു കെട്ട് ഫോട്ടോസ്റ്റാറ്റിൻ്റെ കോപ്പി എൻ്റെ അടുത്ത് തന്നു. ഇത് താൻ കൈ വെച്ചോളൂ, പൊതിഞ്ഞ് ഭദ്രമായിട്ടാണ് തന്നെ കൈ വെച്ചോളൂ, എന്തെങ്കിലും തനിക്ക് PhD ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്, ഇത് ഉപകരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ഇതിൻ്റെ ബുക്കായിട്ടുള്ളതല്ല, അതിങ്ങനെ കുറേ ഫോട്ടോസ്റ്റാറ്റാണല്ലോ, ഞാൻ ഭദ്രമായിട്ട് വാങ്ങി വെച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യാൻ പോകുന്നൊന്നുമില്ല, കാര്യം ഡിഗ്രി ആയതേ ഉള്ളൂ, PG കഴിയണം, MPhil കഴിയണം, എന്നിട്ട് പറ്റുവാണെങ്കിലല്ലേ, തനിക്ക് പറ്റും, താൻ കൈ വെച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വാങ്ങി വെച്ചു ഭദ്രമായിട്ട്. അതുപോലെ എൻ്റെ പുസ്തകം വയ്ക്കുന്ന സ്ഥലത്ത് കൊണ്ടുവച്ചു, ഒരു ബാഗിനകത്ത്. കാലങ്ങളങ്ങനെ കഴിഞ്ഞു. PGയും കഴിഞ്ഞ് PhDക്ക് എൻട്രൻസ് എഴുതി കിട്ടി. അപ്പോൾ എന്ത് ചെയ്യണം എന്നായി ചിന്ത. അപ്പോൾ ഞാൻ ഇതൊക്കെ ഓർമ്മ വിട്ടുപോയി കേട്ടോ. പിന്നെ 3-4 വർഷമായി, 4-5 വർഷമായി ഓർമ്മ വിട്ടുപോയിരുന്നു. പിന്നെ ഇങ്ങനെ തപ്പി നോക്കിയപ്പോഴാണ് എനിക്ക് അന്ന് പറഞ്ഞ ഓർമ്മ, അനിൽ സാർ ഇങ്ങനെ പറഞ്ഞല്ലോ എന്തെങ്കിലും ഈ PhD ഇത് ചെയ്തോളാൻ. അപ്പോൾ അത് നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ തുറന്നു നോക്കി. അപ്പോൾ തുറന്നു നോക്കിയാൽ പരശുരാമ കൽപ്പസൂത്രം എന്നാണ്. അപ്പോൾ എനിക്ക് പേര് പോലും അന്ന് ഓർമ്മയില്ല, പരശുരാമ കൽപ്പസൂത്രം. അപ്പോൾ കൽപ്പസൂത്രം എന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വൈദിക സംബന്ധമായിട്ടുള്ള വിഷയങ്ങളായിരിക്കും. അപ്പോൾ ഞാൻ ഒരു സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സാറും പറഞ്ഞു വൈദിക സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കുമല്ലോ, അതുകൊണ്ട് അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇന്നത്തെ കാലസ്ഥിതിക്ക് അതൊന്നും ആർക്കും പ്രയോജനം ചെയ്യുന്നുണ്ടാവില്ല അത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതല്ല, എനിക്ക് ഇന്നൊരാൾ തന്നതാണ്, അതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്ന് വായിച്ചു നോക്കി.
വായിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് അത്ഭുതം. ഇതിനകത്ത് ശ്രീവിദ്യ ഉപാസനയുടെ ആധികാരികമായിട്ടുള്ള ദത്താത്രേയ പരമ്പരയുടെ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥമാണ്. നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കൗളോപാസകന്മാരെല്ലാം ആധികാരികമായിട്ട് പ്രയോജനപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ് പരശുരാമ കൽപ്പസൂത്രം. അവർക്കറിയില്ലായിരിക്കും ചിലപ്പം കൽപ്പസൂത്രമാണ് അവർ പ്രയോജനപ്പെടുത്തുന്നതെന്ന്. അറിയുന്ന ആൾക്കാരുണ്ട്. അവർ ആ മന്ത്രത്തെ മാത്രം സ്വീകരിച്ച് അതിങ്ങനെ ഉപാസന ചെയ്തു പോവുകയാണ്. അതിൽ ആഭരണ പൂജ എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ അതിനെ ചെയ്തു പോവുക, ഉപാസന ചെയ്യാന്നുള്ളത്. പക്ഷേ ഇതാണ് അതിൻ്റെ ആധികാരിക ഗ്രന്ഥം എന്ന് പറയുന്ന. അപ്പോൾ അങ്ങനെ കിട്ടി. അപ്പോൾ ആ ഗുരുനാഥൻ അന്ന് പറഞ്ഞ ആ വഴിയിലേക്ക് ഞാൻ വീണ്ടും വന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പം അമൃതാനന്ദമയി ദേവിയുടെ ഒരു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായൊരു സ്വാധീനം കൂടെ പറയേണ്ടി വരും. അത് ഞാൻ പുസ്തകത്തിൻ്റെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഗുരുനാഥൻ്റെ അടുത്തുനിന്ന് ഉപദേശം കിട്ടിയ ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ അമ്മയുടെ അവിടെ ആദ്യമായിട്ട് പോണത്. 1998 എൻ്റെ ഒരു ഓർമ്മ. 97 97 മാർച്ച് ഏപ്രിൽ മെയ്യിൽ അവിടെ എത്തി. അതിനുശേഷം 98 ആദ്യകാലം സെപ്റ്റംബറിനുള്ളിലാണ് അമ്മയുടെ ബർത്ത്ഡേ. ആ സമയത്ത് അവിടെ വള്ളിക്കാവിൽ വേദം ചൊല്ലാനായിട്ട് എൻ്റെ സീനിയേഴ്സാണ് പോയതെല്ലാം 5-6 വർഷത്തിൽ പഠിക്കും. അപ്പോൾ ഞാൻ അന്ന് 2ാം വർഷമായുള്ളൂ. അപ്പോൾ അവരുടെ കൂടെ എനിക്കൊരു ചാൻസ് കിട്ടി. എനിക്ക് മാത്രമേ കിട്ടുള്ളൂ. അതിൻ്റെ ഒരു ഭാഗ്യം. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരു ജീവിതത്തിൽ വന്നൊരു മാറ്റം. അപ്പോൾ അങ്ങനെ അമ്മയുടെ അവിടെ ചാൻഡിങ്ങിന് പോയി. ചാൻഡിങ് കഴിഞ്ഞു. അപ്പോൾ നമുക്കവിടെ സ്റ്റേജിലിരിക്കാം. ഇതുപോലെ സ്ഥലത്ത് നമുക്ക് ഇരിക്കാം കുറച്ച് നേരം, ഒരു അരമണിക്കൂറോളം നമുക്ക് ഇരിക്കാം. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, അതായത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയാണ് കേട്ടോ. ഈ ഇവിടെ വീണ്ടും വരാൻ സാധിക്കണേ, അമ്മയുടെ ഒരാളായിട്ട് മാറാൻ സാധിക്കണേ എന്ന്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. ഒരു വിത്ത് അവിടെ ഇട്ടതാണ്, അറിയില്ല അത് മുളയ്ക്കുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ 97-98 കഴിഞ്ഞ സംഗതി 2013-14 ശബരിമല ഞാൻ നിൽക്കുന്ന സമയം, ശബരിമല ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു, ഇങ്ങനൊരു സ്ഥലത്ത് ഒരു ഒഴിവുണ്ട്, സംസ്കൃത അധ്യാപനത്തിൻ്റെ ഒഴിവുണ്ട്, ഒന്ന് പോയി നോക്കൂ, കിട്ടുവാണെങ്കിൽ ഭാഗ്യം എന്ന് പറഞ്ഞു. ഏതാ സ്ഥാപനം എന്ന് പറഞ്ഞില്ല, കൊല്ലം ജില്ലയിലാണ്, സ്ഥലം പറഞ്ഞു പാരിപ്പള്ളി. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് ഇടയ്ക്കല്ലേ, അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ശബരിമലയാണ്, ഞാൻ പിന്നെ വിളിച്ചോളാം, തിരക്കാണ് അവിടുത്തെ കാര്യം അറിയാലോ, രാവിലെ 2 മണി 3 മണിക്ക് തുടങ്ങിയാൽ രാത്രി 12 മണി 1 മണി വരെ തിരക്കാണ് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതിനിടയ്ക്കാണ് വിളിക്കണേ. അപ്പോൾ ഞാൻ ഇറങ്ങിയതിന് ശേഷം ഞാൻ സമീപിച്ചോളാം. ആദ്യം ഞാൻ വേണ്ടാന്നാണ് പറഞ്ഞത്. പിന്നെ 2-3 പ്രാവശ്യം പലപ്പോഴായിട്ട് എന്നെ വിളിച്ചു, ഒരാഴ്ചക്ക് ഇടയ്ക്ക് തന്നെ. അപ്പോൾ ഞാൻ എന്തായാലും നോക്കാം പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു അത് അമൃതാനന്ദമയുടെ സ്കൂളാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ആ ഒരു മനസ്സങ്ങോട്ട് മാറി. കാര്യം നമുക്കറിയില്ലല്ലോ ഈ 97-98 ഇട്ട വിത്ത് പിന്നെ മുളയ്ക്കുമെന്നുള്ള അറിയില്ലല്ലോ. അപ്പോൾ അതിനുള്ളൊരു സാധ്യതയാണോ എന്നറിയില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ശരി ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റ് തന്നെ ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മലയിൽ നിന്ന് ഇറങ്ങി അവിടെ പോയി ഒരു അപേക്ഷ കൊടുത്തു. എനിക്ക് കിട്ടി. കുറേ പേര് ഇൻ്റർവ്യൂവിനുണ്ടായിരുന്നു, ഭാഗ്യം കൊണ്ട് കിട്ടി. അപ്പോൾ ആ വിത്ത് അവിടെ മുളച്ച് വളർന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അമ്മ എല്ലാവർക്കും മന്ത്രങ്ങളൊക്കെ ഉപദേശിക്കും. പല ആളുകൾ അമ്മയെ കാണാൻ പോണ സമയത്ത് അവരുടെ സങ്കടങ്ങൾ പറയും, അവരുടെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും, വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ഞാൻ പലരും മന്ത്രോപദേശമൊക്കെ വാങ്ങിക്കും. അങ്ങനെ അറിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, ഒരു തവണ എനിക്ക് മന്ത്രം തരുമോ അമ്മയെ ചോദിച്ചു. തരാമല്ലോ എന്നാണ്. ഏത് മന്ത്രം വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ശ്രീവിദ്യയുടെ മഹാഷോഡശിയാണ് പറഞ്ഞു. കാര്യം ഷോഡശി വരെ എത്തിയില്ല, മഹാഷോഡശിയിലേക്ക് പോകണല്ലോ. അപ്പോൾ ഗുരുനാഥൻ പറയുകയും ചെയ്തു, നിനക്ക് കിട്ടിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ളൊരു വഴിയായിരിക്കും. അപ്പോൾ നിനക്ക് വേറെ ഒന്നും വേണ്ടല്ലേ എന്ന് ചോദിച്ചിൻ്റെ അടുത്ത്. അല്ല എൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അതുവരെയുള്ള എത്തിയിടാന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു എത്തി. തൻ്റെ ഗുരുനാഥൻ ആരാ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കൽപ്പുഴ ദിവാരം. അപ്പോൾ അമ്മയ്ക്കും അറിയാം, അമ്മയ്ക്ക് ഡയറക്റ്റ് ബന്ധമുണ്ട് കൽപ്പുഴം നമ്പൂതിരിയായിട്ട്, എൻ്റെ ഗുരുനാഥനായിട്ട്. ഗുരുനാഥന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഭയങ്കര സമയമാവട്ടെ, കുറച്ചുകൂടെ കഴിയട്ടെ. അപ്പം ഞാൻ ഇത്തിരി വിഷമിച്ചിട്ടാണെങ്കിലും അത് കഴിഞ്ഞ് 2 വർഷം 3 വർഷം കഴിഞ്ഞ ശേഷം യാദൃശ്ചികമായിട്ട് പോകാറുണ്ട്. മിക്കവാറും മാസത്തിൽ 1-2 തവണയൊക്കെ അവിടെ പോകാറുണ്ട്. ഒരു കാലഘട്ടത്തിൽ സ്ഥിരമായിട്ട് പോകാറുണ്ട്. കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷം ചെറുതായിട്ടൊന്ന് കുറഞ്ഞ്, എന്നാലും പോകാറുണ്ട്. വർഷത്തിൽ 3-4 തവണ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ അമ്മയോട് 3-4 വർഷം മുമ്പേ അമ്മയോട് ഞാൻ വീണ്ടും ചോദിച്ചു. അപ്പോൾ ചോദിക്കുന്നതിന് മുമ്പായിട്ട് അമ്മ പറയും, ഇന്ന സ്ഥലത്ത് ഇരുന്നാൽ മതി, അവിടെ നിന്നൊരു സ്വാമി ഉണ്ടാവും, സ്വാമി
പറയും നിർദ്ദേശം അനുസരിച്ച് വന്നാൽ മതി. അപ്പോൾ എല്ലാവർക്കും ദർശനം കൊടുത്ത് അവസാനമാണ് മന്ത്രദീക്ഷ. അപ്പോൾ സ്വാമി എന്നോട് ചോദിച്ചു എന്താ വേണ്ടത്, ഈ പേപ്പർ എഴുതി തരാൻ പറഞ്ഞു. അപ്പോൾ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, 5-8 പേരുണ്ട്. അപ്പോൾ എല്ലാവരും ഓരോരുത്തരും എഴുതി, ഞാനും എഴുതി മഹാഷോഡശി കഴിച്ചു. അപ്പോൾ എല്ലാവരുടെ അടുത്തും വാങ്ങി സ്വാമി പോക്കറ്റിട്ട് എൻ്റെ അടുത്ത് വാങ്ങിയിട്ട് ഞാൻ നോക്കി, വീണ്ടും തന്നെ നോക്കിയിട്ട് വേറെ ഒന്നും വേണ്ടല്ലേ എന്ന് ചോദിച്ചു. അല്ല ഇതൊന്നും അവിടുത്തെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല, അമ്മ അത് ഇതൊന്നുമില്ല, വേറെ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു. അതല്ല എനിക്ക് മതി സ്വാമി, വേറെ ആഗ്രഹമൊന്നുമില്ല. അപ്പോൾ സ്വാമി പറഞ്ഞു അത് കിട്ടുമെന്ന് ചോദിച്ചാൽ പോകണ്ട, ഞാൻ കൊടുക്കില്ല. അമ്മയുടെ കയ്യിൽ വെച്ച് പറഞ്ഞു, എൻ്റെ പോക്കറ്റ്. ഞാൻ സങ്കടത്തോടുകൂടി പോക്കറ്റ് വെച്ചു. ഞാൻ അവിടെ ഇരുന്ന് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് അങ്ങനെ അവിടെ എത്തി, അമ്മയുടെ മുമ്പിൽ എത്തിയപ്പോൾ തൻ്റെ പേപ്പറൊന്നുമില്ല, കിട്ടിയില്ലല്ലോ എന്നാണ്, കൊടുക്കണം അമ്മയ്ക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് അമ്മേ, ബാക്കിയെല്ലാം കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയെ വന്ന് കണ്ടിരുന്ന മുമ്പ് ഓർമ്മ ഉണ്ടോ ചോദിച്ചു. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ കൈ കാണിക്കുന്ന കാണുന്നത്. ഇങ്ങനെ കൈ കാണിക്കുമ്പോൾ ഈ അമ്മയുടെ കയ്യിൽ ഈ മന്ത്രം എഴുതിയ പേപ്പർ ഇങ്ങനെ കറങ്ങി വന്നു. ആരൊക്കെ പാസ് ചെയ്ത് വന്നു. ഞാനും സ്വാമിയുള്ള സംസാരിച്ച കാര്യം ആരും അറിയില്ല. സ്വാമി അവിടെ ഇരിപ്പുണ്ട് പുറത്ത്. സ്വാമി അവിടെ ഇരിക്കുന്ന സ്വാമിയുടെ പ്രത്യക്ഷത്തിലാണ് ഞാൻ ഇവിടെ പോണത്. ഒരു കമ്മ്യൂണിക്കേഷൻ അതിനിടയ്ക്ക് നടക്കുന്നില്ല. അമ്മ ഇങ്ങനെ കൈ കാണിക്കലും ഈ മന്ത്രം എഴുതിയ പേപ്പർ അമ്മയുടെ കയ്യിൽ. അമ്മ ഇത് നോക്കുന്നില്ല, അതിങ്ങനെ പിടിക്കാം അമ്മ. എന്നിട്ട് എൻ്റെ ചെവി കൊണ്ട് പിടിച്ചിട്ട് ഒരു ചെവി അടയ്ക്കടാന്ന് പറഞ്ഞു. അടച്ചിട്ട് ഈ ചെവിയിൽ പറഞ്ഞു തന്നു. അപ്പോൾ അത് ആലോചിച്ച് നോക്കണം, ആ കണക്ഷൻ എവിടെയാണ്. അപ്പോൾ അതാ പറഞ്ഞത്, നമുക്കറിയില്ല ഈ ആത്മാവും തമ്മിലുള്ള കണക്ഷനൊക്കെ പറയുന്ന സമയത്ത് അത് കണക്റ്റഡ് ആവുകയാണ്. അത് നമുക്ക് എത്തേണ്ട സമയത്ത് ഏത് ഗുരുവാണെങ്കിലും ഏതാണ് ലക്ഷ്യം, ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്തും എന്നുള്ളത് ശരിക്കും എൻ്റെ ജീവിതത്തിൽ എനിക്ക് തെളിയിച്ച ഒരു സംഭവമാണ്. ദേശകാലങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരും പല സമ്പ്രദായങ്ങൾക്കും. അപ്പോൾ ഈ ഒരു സമ്പ്രദായങ്ങൾക്കുള്ള ഭേദങ്ങളെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമോ? അതായത് ദേശകാല അടിസ്ഥാനത്തിൽ തന്ത്രത്തിലെ എല്ലാ പദ്ധതികളിലും ചില വ്യത്യാസങ്ങളുണ്ട്. സാധാരണ രീതിയിൽ പക്ഷം എന്നൊക്കെ സാധാരണ പറയാറുണ്ട്. തന്ത്രശാസ്ത്രത്തിൽ ഇന്ന പക്ഷമാണ് അല്ലെങ്കിൽ ഇന്ന സമ്പ്രദായമാണ് എന്നുള്ളതിനെ വിവരിക്കുന്നതാണ് പക്ഷം. അപ്പോൾ ഈ ശ്രീവിദ്യാ സമ്പ്രദായത്തിലും അങ്ങനെ പക്ഷഭേദങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് ശ്രീവിദ്യയുടെ ഒരു പരമ്പരയിൽ അഗസ്ത്യൻ്റെ പരമ്പരയും ലോപാമുദ്രയുടെ പരമ്പരയും എന്ന് പറഞ്ഞിട്ട് 2 പരമ്പര വരുന്നുണ്ട്. അതിലല്ലാതെ വേറെ മനു, ചന്ദ്രൻ, കുബേരൻ തുടങ്ങിയിട്ടുള്ള പരമ്പര വേറെയുണ്ട്. 16 പരമ്പരയായിട്ടും 36 പരമ്പരയായിട്ടും വേറെ വേറെ വിഭാഗങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ മന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ വ്യത്യാസം മുഴുവൻ പറയുന്നത്. അപ്പോൾ ഈ അഗസ്ത്യൻ്റെയും ലോപാമുദ്രയുടെയും പരമ്പര, ലോപാമുദ്ര അഗസ്ത്യൻ്റെ പത്നിയാണ്. അപ്പോൾ ഈ അഗസ്ത്യന് വിദ്യ കിട്ടുന്നത് പത്നിയിൽ നിന്നാണ്. അപ്പോൾ സാധാരണ ചോദിക്കാറുണ്ട്, സ്ത്രീകൾക്ക് ഉപാസന പാടുണ്ടോ, സ്ത്രീകൾക്ക് തന്ത്രം പ്രാക്ടീസ് ചെയ്യാൻ പാടുണ്ടോ? അതിനുള്ള ഉത്തരം ലോപാമുദ്രയാണ്. കാര്യം സ്വന്തം ഭർത്താവിന് ഈ മന്ത്രം ദീക്ഷയായിട്ട് കൊടുത്തത് ലോപാമുദ്രയാണ്. അപ്പോൾ ഈ ലോപാമുദ്ര അഗസ്ത്യർക്ക് കൊടുത്ത മന്ത്രമല്ല ലോപാമുദ്ര ഉപാസിക്കുന്നത്. ലോപാമുദ്രയുടെ മന്ത്രം വേറെയാണ്, അഗസ്ത്യർക്ക് കൊടുത്ത മന്ത്രം വേറെയാണ്. രണ്ടും ശ്രീവിദ്യയുടെ തന്നെയാണ്, എന്നാൽ രണ്ടും വ്യത്യസ്ത മന്ത്രങ്ങളാണ്. അപ്പോൾ സ്വന്തം ഭാര്യ ഭർത്താവിൻ്റെ ഗുരുവായിട്ട്, അപ്പോൾ തന്ത്രത്തിൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരവാണത്, സ്ത്രീകൾക്കും ഉപാസിക്കാം എന്നുള്ളതിൻ്റെ ഒരു പൂർണ്ണമായ ഉത്തരവാണ്. അപ്പോൾ അങ്ങനെ ഉള്ള പദ്ധതിയിൽ അതിൽ കേരളത്തിലേക്ക് വരുമ്പം കേരളത്തിൽ ഇപ്പോൾ കൂടുതലായിട്ടും രാമേശ്വരത്തു നിന്ന് വരുന്ന ഒരു പരമ്പര ഉണ്ട്. അപ്പോൾ രാമേശ്വര ഒരു കണക്ഷൻ വന്നിട്ട് അങ്ങനെ ഒരു രാമേശ്വര പരമ്പര തന്നെ കേരളത്തിലുണ്ട്. കേരളത്തിലല്ലാതെ തന്നെ ശങ്കരാചാര്യരുടെ ഒരു പരമ്പരയുണ്ട്. 2 പരമ്പരയാണ് കേരളത്തിൽ പ്രധാനമായിട്ടുള്ളത്. അതൊന്ന് ദത്താത്രേയ പരമ്പര എന്നുള്ള സമ്പ്രദായത്തിലും ഒന്ന് ശങ്കര പരമ്പര എന്നുള്ള സമ്പ്രദായത്തിലും. അപ്പോൾ ഈ ദത്താത്രേയ പരമ്പരയിലാണ് ഈ പരശുരാമകൽപ്പസൂത്രം വരുന്നത്. അതുതന്നെയാണ് ഈ രാമേശ്വര പരമ്പരയിൽ വരുന്നത്. ഇപ്പോൾ രാമേശ്വരത്ത് അമ്മ എന്ന് പറഞ്ഞിട്ടൊരു അമ്മയുണ്ട്. ആ അമ്മ ഇന്നും ഇതിനകത്ത് നിത്യോത്സവം എന്ന് പറഞ്ഞാൽ നിത്യവും ഉത്സവ വിധാനത്തിൽ കർമ്മ ചെയ്യുന്ന നിത്യോത്സവം. നേരത്തെ ചോദിച്ചല്ലോ, നിത്യവും ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് ഇതിൻ്റെ പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ഡെയിലി വർഷിപ്പിന് നമുക്കൊരു ടൈം ലിമിറ്റ് വരും. രാവിലെ 5 മണി മുതൽ 8 മണി വരെ അമ്പലം തുറക്കുക, അല്ലെങ്കിൽ രാവിലെ 4 മണി മുതൽ 12 മണി വരെ, നമുക്കൊരു ടൈം ലിമിറ്റ് വെച്ചാണല്ലോ ക്ഷേത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞ പോലെ ഉപാസനയ്ക്കും ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് വാരാഹി ഉപാസനയൊക്കെ ഇന്ന കാലത്ത് രാത്രി ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. വാർത്താളി എന്നൊക്കെ പറയാറുണ്ട്, വാർത്താളി ഉപാസന. അപ്പോൾ ഓരോ സമയത്ത് ഇന്ന ഉപാസന ചെയ്യണം എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ടൈം ലിമിറ്റ് വെച്ചുകൊണ്ട് നിത്യവും ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഉപാസകരുണ്ട്. രാമേശ്വരത്തെ ഒരു അമ്മയുണ്ട്, ആ പരമ്പരയിൽപ്പെട്ട രാമേശ്വര പരമ്പര.
കേരളത്തിൽ ശങ്കരാചാര്യരുടെ ഒരു പരമ്പരയാണ് പ്രധാനമായിട്ട്. അതിൽ സുഭഗോദയം എന്ന് പറയുന്ന ഗ്രന്ഥം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. സൗന്ദര്യലഹരിയൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ഗ്രന്ഥവുമാണ്. അപ്പോൾ ഇങ്ങനെ 2 പരമ്പര, ഒന്ന് ദത്താത്രേയ പരമ്പരയും മറ്റൊന്ന് ശങ്കര പരമ്പരയും എന്ന് പറഞ്ഞിട്ട് 2 പരമ്പര ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ പ്രധാനമായിട്ട് കേരളത്തിലുണ്ട്. ഇത് കൂടാതെ തന്നെ ഇതിൽ തന്നെ കൗളം സമയം എന്ന് പറഞ്ഞിട്ട് 2 ആചാരമുണ്ട്. ശങ്കരാചാര്യ സ്വാമികൾ സമയാചാരത്തിലാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. ദത്താത്രേയ പരമ്പരയിൽ കൗളം മിക്സായിട്ട് വന്ന, മിശ്രിതമായിട്ട് വന്ന ഒരു സമ്പ്രദായമായിട്ടാണ്. അതിൽ നമുക്ക് സമയാചാരത്തിലേക്കും പോകാനുള്ള വഴിയുണ്ട്, കൗളത്തിലേക്ക് പോകാനുള്ള വഴിയുമുണ്ട്. അപ്പോൾ ഈ പഞ്ചമകാരങ്ങൾ എന്നൊക്കെ പറയുന്ന ചില വിഷയങ്ങൾ ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ വരുമ്പോഴൊക്കെ കൗളാചാരത്തിലാണ് അത് പെടുന്നത്. അതിനെ പ്രതിനിധി ദ്രവ്യമായിട്ടോ അല്ലെങ്കിൽ അതിനെ യോഗതലത്തിൽ അനുഭവിച്ച് മനസ്സിലാക്കുന്നതൊക്കെയാണ് സമയാചാരത്തിലേക്ക് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ കൗളം സമയം എന്ന് പറഞ്ഞിട്ട് 2 ആചാരങ്ങൾ കേരളത്തിൽ അതിന് ഉണ്ട്. അതിലേറ്റവും കൂടുതൽ ആളുകൾ ഭൗതികമായിട്ട് ആശ്രയിച്ച് ഉപാസിച്ച് പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരു സമ്പ്രദായമാണ് കൗളം. ആ കൗളമൊക്കെ കാവുകളുമായിട്ട് ബന്ധപ്പെട്ട ഉപാസനാ പദ്ധതിയിലാണ് കൗളാചാരം വരുന്നത്. അത് ഒരു മടങ്ങി വരവിൻ്റെ വക്കിലാണ്. ഈ പഴയ കാലത്തേക്ക് തിരിച്ചു പോവുക, ഉപാസനാ പദ്ധതികൾ എന്നൊക്കെ പറയുന്ന തന്ത്രത്തിൻ്റെ ഒരു ചിന്താഗതി ഇന്നത്തെ കാലത്തുണ്ട്. അപ്പോൾ ആചാരത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സമ്പ്രദായമുണ്ട്. ആ കൗള സമ്പ്രദായങ്ങളെല്ലാം ഈ ഒരു വിഭാഗത്തിൽപ്പെട്ടാണ്. മറ്റൊരു സമയാചാരം എന്ന് പറഞ്ഞാൽ അകത്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാം. ഭാഗത്ത് വെച്ചിട്ട് നമ്മളതിനെ അറിയുക എന്നുള്ളതാണ്. നമ്മളുള്ളിൽ ഉപാസനയുണ്ട്, പുറത്തൊന്നും ബാഹ്യമായിട്ടുള്ള പൂജകളൊന്നുമില്ല. അപ്പോൾ ഈ ശ്രീവിദ്യാ സമ്പ്രദായത്തിൽപ്പെട്ട ദേവതകളെ, അനേകം ദേവതകളുണ്ട്. ഇതിന് ശ്രീചക്രം എന്ന് പറയുന്നൊരു വലിയ ചക്രമുണ്ട്. ആ ശ്രീചക്രത്തിൽ 9 ആവരണത്തോട് കൂടിയിട്ട് ബാഹ്യമായ 9 ആവരണങ്ങളും മധ്യഭാഗത്ത് ബിന്ദുവിൽ ശിവശക്തികൾ എന്നുള്ള ഒരു സങ്കല്പമാണ്. അപ്പോൾ ഈ ആവരണ ദേവതകൾ ധാരാളമുണ്ട്. ഏറ്റവും പുറത്ത് ഭൂപുരം എന്ന് പറയുന്ന ചക്രം, അതിനകത്ത് വൃത്തം, അതിനകത്ത് ഷോഡശതളം, അതിനകത്ത് അഷ്ടതളം, അതിനകത്ത് ചതുർദശാരം, പിന്നെ ബഹിർദശാരം, അന്തർദശാരം, ത്രികോണം, ബിന്ദു. എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ? അഷ്ടാരം കഴിഞ്ഞിട്ട് ത്രികോണം, ബിന്ദു, അങ്ങനെയാണ്. ഈ സ്ഥലങ്ങളിലെല്ലാം പ്രത്യേകം ദേവതകളുണ്ട്. അപ്പോൾ ഒരു പ്രപഞ്ചത്തെ എടുത്തു കഴിഞ്ഞാൽ ആ പ്രപഞ്ചത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ശക്തികൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, പ്രപഞ്ചത്തെ രക്ഷിക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ സൂക്ഷ്മശക്തികളെ ഇതിലേക്ക് ആരാധിക്കുകയാണ്. അപ്പോൾ പ്രപഞ്ചം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ശക്തിയെ ഒരൊറ്റ ക്യാൻവാസിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനകത്ത് ആരാധിക്കുകയാണ്. അപ്പോൾ അത് ആ ഉപാസന പദ്ധതി മനസ്സിലാക്കുന്ന കൃത്യമായിട്ട് ബോധ്യപ്പെടും. ഇതിനെ സ്വന്തം ശരീരത്തിലേക്ക് അവനവൻ്റെ ഉള്ളിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ് സമയാചാരം. ബാഹ്യമായ ആരാധനയ്ക്ക് പ്രാധാന്യമില്ലാതെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശക്തികളെയും അവനവൻ്റെ ഉള്ളിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമ്പ്രദായമാണ് സമയാചാരം. അപ്പോൾ ഇങ്ങനെ 2 സമ്പ്രദായമാണ്, കൗളം എന്ന സമയം എന്ന 2 സമ്പ്രദായമാണ് പ്രധാനമായിട്ട് ഈ തന്ത്രസമ്പ്രദായത്തിൽ, ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ കേരളത്തിലുള്ളത്. ഒപ്പം മിശ്രം എന്ന് പറയുന്ന ഒരു ആരാധനാ സമ്പ്രദായം കൂടെ 2 ചേർത്തുകൊണ്ട് കൗളമാർഗത്ത് പറയുന്ന ബാഹ്യാരാധനയുമുണ്ട്. എന്നാൽ അതിൽ പഞ്ചമകാരങ്ങൾക്ക് പകരം പ്രതിനിധി ദ്രവ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ്. ഒപ്പം ഈ ആന്തരിക ഉപാസനകളെ, ഈ നിത്യജപങ്ങളൊക്കെ ആന്തരിക ഉപാസനയിൽപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ്, 2 വിഭാഗങ്ങളാണ് ഇതിനകത്ത് ഉള്ളത് എന്ന് മനസ്സിലാക്കണം. ഇതിൽ ഓരോ ദേവതകളെയും പരാമർശിക്കുന്നുണ്ട്, ദീക്ഷയ്ക്ക് ഓരോ വിധികൾ പറയുന്നുണ്ട്. അപ്പോൾ ഉപാസകനിലെ ഒരു ആധികാരിത്വം എന്നുള്ള ഒരു ഗുണത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ആ ഗുണത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ച് പറയാം. അതായത് ഇപ്പോൾ അധികാരി എന്ന് പറയുന്നൊരു വിഷയം, ഏത് കാര്യം എടുത്താലും ഒരു അധികാരിത്വം ഉണ്ട്. ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസത്തിൽ, ആധുനികമായ വിദ്യാഭ്യാസം എടുത്തു കഴിഞ്ഞാൽ കേരള സിലബസ് എടുത്ത് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് 1 മുതൽ 10ാം ക്ലാസ് വരെ ഒരേ സിലബസാണ് പഠിക്കുന്നത്. അല്ലെങ്കിൽ സെൻട്രൽ സിലബസ് ആണെങ്കിൽ 1 മുതൽ 10ാം ക്ലാസ് വരെ ഒരു സിലബസാണ്. അവിടെ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പം, ഹയർ സെക്കൻഡറി ലെവലിലേക്ക് പോകുമ്പം മാറുകയാണ്. അവിടെ നമ്മൾ വഴി പലതായിട്ട് തിരിയുകയാണ്, അല്ലേ? ഇപ്പോൾ ഒരു സയൻസ് പഠിക്കുന്ന ആൾക്കാരുണ്ട്, കൊമേഴ്സ് പഠിക്കുന്ന ആൾക്കാരുണ്ട്, സയൻസിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നവരുണ്ട്, ബയോളജിക്കൽ സയൻസ് പഠിക്കുന്ന ആൾക്കാരുണ്ട്, ഹ്യൂമാനിറ്റീസ് തന്നെ പല പിരിവുകളുണ്ട്. അപ്പോൾ ഈ 10ാം ക്ലാസ് വരെ കോമൺ ആയിട്ട് പഠിച്ചിട്ട് ഇവർ പല വഴികളിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്നാണ് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത്. ഡിഗ്രിക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അനുബന്ധ പഠനങ്ങൾക്ക് പോകുന്ന സമയത്ത് സയൻസ് പഠിച്ചവനെ സംബന്ധിച്ച് ഡോക്ടർ ആകാൻ പറ്റുള്ളൂ. ഹ്യൂമാനിറ്റീസ് പഠിച്ചവന് MBBS ചെയ്യാൻ പറ്റില്ല. അവിടെ അധികാരിത്വം നിശ്ചയിക്കപ്പെടുകയാണ്. ഇന്ന് ഇത് പഠിച്ചാൽ നിനക്ക് ഇന്നത് ചെയ്യാൻ പറ്റൂ
അല്ലേ എന്ന് പറഞ്ഞ പോലെ അതൊരു അധികാരിത്വമാണ്. എന്നതുപോലെ എല്ലാ താന്ത്രികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും, അതുപോലെ വൈദികമായിട്ടുള്ള വേദസംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും അധികാരി എന്ന് പറയുന്ന ഒരു വലിയ അധികാരിത്വം എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. ഇപ്പോൾ വേദാന്തത്തിലൊക്കെ പറയാറുണ്ട്, എന്താണ് വിധിവദധീത വേദാംഗത്വേന ആപാതതോ അധികത അഖില വേദാർത്ഥ്യ അസ്മിൻ ജന്മനി ജന്മാന്തര, ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മങ്ങളിലോ വേദാംഗങ്ങളെ അഭ്യസിച്ചവനും ഒക്കെ ആയിരിക്കണം, നിത്യ നൈമിത്തിക കാമ്യ നിഷിദ്ധ കർമ്മങ്ങളെ ചെയ്യുന്നവനായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു അധികാരിത്വം നിശ്ചയിക്കുന്നുണ്ട്. ഇന്ന ആളായിരിക്കണം. ഗുണങ്ങളാണ് അധികാരിത്വം എന്ന് പറയുന്നത്, ഒരു ഗുണങ്ങളാണ്. അല്ലെങ്കിൽ അതുവരെ എത്തി നിൽക്കുന്ന ഒരു വാതിലിൻ്റെ അടുത്ത് വന്നു, ആ വാതിലിൻ്റെ അപ്പുറത്ത് കിടക്കണമെങ്കിൽ അതുവരെയുള്ള നേടിയിരിക്കണം. ഒരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ആ ഇൻ്റർവ്യൂവിൽ സെലക്ട് ആവണമെങ്കിൽ ഇന്ന് ചോദിച്ചതിനെല്ലാം മറുപടി, അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന കഴിവുകളെല്ലാം ഉണ്ടായിരിക്കണം. അതില്ലാത്ത ഒരാളെ അയോഗ്യരാക്കും. അപ്പോൾ അവിടെ ഒരു അധികാരിത്വം നിശ്ചയിക്കുകയാണ്. എന്നതുപോലെയാണ് ഈ ശാസ്ത്രത്തിനും അധികാരിത്വം. അത് ഈ പറഞ്ഞ ശാസ്ത്രം തന്നെ പറയുന്നുണ്ട് ഇന്ന രീതിയിൽ സംസ്കാരങ്ങളെ. ഇപ്പോൾ തന്ത്രസമുച്ചയത്തിൽ പറയുന്നത് വിപ്രഹ്കുലീന കൃതസംസ്ക്രിയോഘ സ്വധീത വേദ ആഗമ തത്വവേത്ത എന്നൊക്കെ പറഞ്ഞിട്ട് അധികാരിത്വം പറയുന്നുണ്ട്. ഇന്ന ആളുകളായിരിക്കണം, കുലീനനായിരിക്കണം, സംസ്കാര കർമ്മങ്ങളെ ചെയ്യുന്നവനായിരിക്കണം, സ്വധീത വേദാഗമ തത്വങ്ങളെ അറിഞ്ഞവനായിരിക്കണം. ഇതൊക്കെ ഒരു ക്വാളിറ്റി ആയിട്ട് വാസകനുണ്ടായിരിക്കുന്നതായിട്ട് പറയുകയാണ്. അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ രാജ്യം ദയം ശിരോദയം നഗയം ഷോഡശാക്ഷരി എന്ന് പറഞ്ഞ പോലെ തന്നെ അത് കൊടുത്തവൻ നേരത്തെ ഭസ്മാസുരന് വരം കൊടുത്ത പോലെയാവും, അല്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. അധികാരി അല്ലാത്തതുകൊണ്ട് അവിടെ ഭസ്മാസുരൻ തിരിച്ച് പ്രയോഗിച്ചു. അങ്ങനെ കൊടുക്കാൻ പാടില്ല ഒരിക്കലും. അത് അവനവന് കൊടുക്കാൻ പറ്റുന്ന ആളാണോ, ആ ദീക്ഷ സ്വീകരിക്കാൻ പറ്റുന്ന ആളാണോ, അല്ലെങ്കിൽ പാറപ്പുറത്ത് വിതച്ച വിത്ത് പോലെയാണെന്ന് പറയാം. പാറപ്പുറത്ത് വിതച്ച വിത്ത് മുളയ്ക്കാൻ യാതൊരു സാധ്യതയില്ല. ഇനി അഥവാ മുളയ്ക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത്രത്തോളം നല്ല വിത്തായിരിക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ പാറപ്പുറത്ത് വിത്ത് വിതയ്ക്കാം, പക്ഷേ അതൊക്കെ നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ പൂർവികർ മനസ്സിലാക്കി തന്ന പാണിനിയുടെ ചരിത്രം, കാളിദാസൻ്റെ ജീവിതം, അങ്ങനെ മഹാത്മാക്കളായിട്ടുള്ള ധാരാളം ആളുകളുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ഇവരൊക്കെ ആർജിച്ചു വന്നത് ഈ ഉപാസനകളെ കൊണ്ടാണ്. ഈ സത്യം മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ വരുന്നതോടു കൂടിയിട്ടാണ്. അപ്പോൾ അതിനുള്ള ഒരു ക്വാളിറ്റി ഈ ഉപാസകനുണ്ടോ എന്ന് പരിശോധിക്കാനാണ് അധികാരിത്വം. അതുണ്ടെങ്കിൽ മാത്രമേ ഉപദേശം കൊടുക്കാവൂ എന്ന് പറയുന്നത് കൊണ്ടാണ്. അത് പ്രയോജനം ഇല്ലാതെ അല്ലെങ്കിൽ പ്രയോജനം വരുന്ന രീതിയിൽ പ്രയോഗിക്കാവുന്നവർക്ക് മാത്രമേ ഇത് ഉപദേശം കൊടുക്കാവൂ. അതിനെ ദുരുപയോഗം ചെയ്യുന്നവർക്ക് ഒരിക്കലും കൊടുക്കരുത് എന്ന് പറയും. അതുകൊണ്ടാണ് അധികാരിത്വമൊക്കെ നിശ്ചയിക്കുന്നത്. അത് ഗുരുവിന് ബോധ്യപ്പെടും. ഇന്നയാൾക്ക് കൊടുത്താൽ അത് വേണ്ടത്തിൽ കൊണ്ടുപോകുമോ. ഇനി ഗുരു അതിൽ കൊടുത്തെന്ന് വിചാരിക്കാം. ഏതെങ്കിലും ഒരു ഉപാസനയുടെ കാലഘട്ടത്തിൽ ഗുരുവിന് തോന്നുവാണ് ഈ ശിഷ്യൻ പോകുന്നത് ശരിയല്ല. പല രീതിയിലും ശിഷ്യനെ ബോധ്യപ്പെടുത്താൻ നോക്കി, പക്ഷേ ശിഷ്യൻ എന്നിട്ടും മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഗുരുവിന് തന്നെ കൊടുത്ത മന്ത്രത്തെ തിരിച്ചെടുക്കാനുള്ള ചില വിദ്യകൾ ഈ ഗൂഢശാസ്ത്രം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഈ ശാസ്ത്രം നൽകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അറിയുന്ന ആളായിരിക്കണം ഗുരു. ശിഷ്യനെ ചൊല്ലിക്കൊട് നുള്ളിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള എന്ന് പറയുന്ന ആ ഒരു വോക്കൽ നമ്മൾ പറയാറുണ്ടല്ലോ, അങ്ങനെ ഒരു. അപ്പോൾ അതൊക്കെ ഏത് ശാസ്ത്രത്തിൽ വന്നോണം ഇതിനകത്തും നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടി വരും. അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കുന്നവനായിരിക്കണം ഗുരു. ശിഷ്യൻ അതുപോലെ പാകപ്പെട്ടവനായിരിക്കണം. അല്ലാത്തവൻ്റെ ആ വിദ്യയെ തിരിച്ചെടുക്കാനുള്ള കഴിവും ആർക്കുണ്ടായിരിക്കണം, ഗുരുവിനുണ്ടായിരിക്കണം. അതുകൊണ്ട് അധികാരി എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. ഇപ്പോൾ ഗവേഷണ കാലം തൊട്ട് അങ്ങ് ഈ ഒരു ഗ്രന്ഥവുമായിട്ട് വളരെ പരിചയത്തിൽ ആണ്. അപ്പോൾ ഇതിൽ ഒരുപാട് സൂത്രങ്ങളെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങയുടെ ജീവിതത്തിൽ അത്രത്തോളം ഏതെങ്കിലും പ്രത്യേക സൂത്രങ്ങളുടെ ആ ഒരു സ്വാധീനം ഉണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഇതിൽ ഒരുപാട് സൂത്രങ്ങളുടെ പ്രാധാന്യം അല്ലെങ്കിൽ എൻ്റെ സ്വാധീനമുണ്ട് ജീവിതത്തിൽ. ഈ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ലൈഫിൽ ഉണ്ടായൊരു വലിയ മാറ്റമാണ് ഈ കൽപ്പസൂത്രം കിട്ടിയതും കൽപ്പസൂത്രം ഞാൻ പഠിച്ചതും അതിനെ അടിസ്ഥാനമാക്കി എൻ്റെ തീസിസ് ചെയ്തതും അതിനെ അടിസ്ഥാനമാക്കി ഗ്രന്ഥം ചെയ്തപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇതിനകത്തേക്ക് കിട്ടുവാണ്. നമ്മൾ ഒരു വിഷയം തന്നെ വീണ്ടും 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 ആവർത്തിച്ച് ചൊല്ലുമ്പോഴോ അല്ലെങ്കിൽ ആവർത്തിച്ച് പഠിക്കുമ്പോഴോ അനുസന്ധാനം ചെയ്യാമെന്ന് പറയും. അത് നമ്മൾ സ്വായത്തമാക്കുകയാണ് അതിനകത്തുനിന്ന്.
അതുകൊണ്ട് തന്നെ ധാരാളം ഇതിലെ ഒരുപാട് സൂത്രങ്ങൾ, അതിൻ്റെ സൂത്രാർത്ഥങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അവരുദ്ദേശിക്കുന്നതിന് നമുക്ക് നേടാനായിട്ട് സാധിക്കും. അത് നമ്മളറിയാതെ നേടുന്നതാണ്. ഇപ്പോൾ ഗോപാലകൃഷ്ണൻ സാറ് പറയാറുണ്ട്, റോസാപ്പൂ, ആ റോസാപ്പൂവിൻ്റെ മുള്ളിനെ ഇല്ലാതാക്കണം. റോസാ ചെടിയുടെ ഏറ്റവും ഒരു ദോഷം എന്ന് പറയുന്നത് അതിൻ്റെ മുള്ളാണ്. എന്നാൽ ആ മുള്ളില്ലെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അപ്പോൾ അത് അത്രയും മനോഹരമായ പുഷ്പത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് മുള്ള് കൊടുത്തതെന്ന് പറയുന്നത്. അപ്പോൾ ആ മുള്ളിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണം നടത്തിയെന്ന്, ആ ചെടിയിലെ മുള്ളില്ലാതെ പോകട്ടെ. മന്ത്രത്തിന് മലയാളമാണെങ്കിലും സംസ്കൃതമാണെങ്കിലും ഏത് ഭാഷയാണെങ്കിലും ശക്തിയുണ്ട്. മന്ത്രത്തിൻ്റെ ശക്തി അതാണ്. ഭാഷയാണ് മന്ത്രത്തിൻ്റെ അടിസ്ഥാനം. മനനാത്രായതേ നീ മന്ത്ര എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഭാഷ സംസ്കൃതം തന്നെ വേണമെന്നില്ല. നോക്കൂ, പഴയകാല മന്ത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ സമൂഹത്തിൻ്റെ സാധാരണ രീതിയിലുള്ള ആളുകൾ താമസിക്കുന്നിടത്തൊക്കെ പല പല മന്ത്രങ്ങൾ, നിഗൂഢമായ മന്ത്രങ്ങൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട്, അവരുടെ കൊളോക്കിയൽ ലാംഗ്വേജിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മന്ത്രത്തിന് ശക്തി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നിരന്തരം ഈ പറഞ്ഞപ്പോൾ മുള്ള് ഇല്ലാതായി എന്ന ഇതേ അനുഭവം വേറൊരാൾ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ശക്തി ഈ മന്ത്രത്തിനുണ്ട്. അപ്പോൾ അതിന് സ്പന്ദം എന്ന് പറയും. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ സ്പന്ദമാണ് സൃഷ്ടിയുടെ അടിസ്ഥാനം. ശിവനും സ്പന്ദിക്കാതിരിക്കുന്ന ശിവന്, നിശ്ചലനായിരിക്കുന്ന ശിവന് ഒരു സ്പന്ദഭാവം വരുന്നത് ശക്തി ചേരുമ്പോഴാണ്. അപ്പോൾ ആ സ്പന്ദം എന്ന് പറയുന്ന ആ ഓരോ നിമിഷത്തിലും ഓരോ സമയത്തും നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളറിയാതെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ ഉപാസന ചെയ്യുമ്പം കുറച്ചും കൂടെ ലെവൽ മാറി ഈ സ്പന്ദം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്പന്ദം നടക്കുമ്പം അതിൻ്റെ റിസൾട്ടാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നത്. അപ്പോൾ ആ രീതിയിൽ എല്ലാ സൂത്രങ്ങളും തന്നെ പറയാം എന്നിൽ പ്രയോജനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യമാണ്. അതുപോലെ ഇതിനകത്ത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഒരു ഉപാസകൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ചെറിയൊരു ഉദാഹരണം പറയാം. ഈ ശ്രീവിദ്യ ഉപാസന ചെയ്യുന്ന ആൾ, ലളിതാ ത്രിപുരസുന്ദരി ഉപാസിക്കുന്ന ആൾ കരിമ്പ് ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. കരിമ്പ് ഭക്ഷിക്കാൻ പാടില്ല. എന്നോട് ഗുരുനാഥനും ഇത് ദീക്ഷ തന്ന സമയത്ത് പറഞ്ഞിട്ട് നീ കരിമ്പ് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട്, ഞാൻ അന്നത്തെ കാലം മുതൽ കരിമ്പ് കഴിക്കാറില്ല. അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. പക്ഷേ ഇതിനകത്ത്, ഈ ഗ്രന്ഥത്തിനകത്ത് ഇത് പ്രമാണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കാണുമ്പോഴാണ് ഗുരുനാഥൻ എന്തുകൊണ്ടാണെന്ന് എന്നോട് അങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇക്ഷുഖണ്ഡം എന്ന പിബേത് എന്നാണ് പറയുന്നത്. കരിമ്പ് കഴിക്കാൻ പാടില്ല. കരിമ്പ് എന്തുകൊണ്ടാണ് കഴിക്കാൻ പാടില്ലാത്തത്? അത് ത്രിപുരസുന്ദരിയുടെ ആയുധത്തെ പെട്ടാണ്. അപ്പോൾ ആ ത്രിപുരസുന്ദരി എന്താണോ ആയുധമായിട്ടോ അല്ലെങ്കിൽ ഏതാണോ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നത്, അതിന് നമ്മൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അതിന് നമുക്ക് വേറെ ഉപാധികളുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം വേറെ എന്തെങ്കിലും ഉപയോഗിക്കാം. എന്ന് കരുതി പഞ്ചസാര കഴിക്കരുതെന്നല്ല പറഞ്ഞത്. ഈ കരിമ്പ് നീര് കുടിക്കരുത്, കരിമ്പ് നശിപ്പിക്കരുത് എന്നൊക്കെ പറയുന്ന ചില ഉപദേശങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ ഓരോ വ്യക്തിയുടെയും സാധാരണ തലത്തിലുള്ള ജീവിതം വരെ സ്പർശിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. അതിൽ ഗുരുവിൻ്റെ ഒരു സ്ഥാനം ഏറ്റവും മഹത്തായുള്ള കാര്യമാണ്. ഗുരുവിനെ അതാണ് പറയുന്നത്, ഗുരുവിൻ്റെ സ്ഥാനം അച്ഛനേക്കാൾ അമ്മയേക്കാൾ ഏറെയാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയേണ്ടി വരും. അച്ഛനും അമ്മയും നമ്മളെ ജനിപ്പിച്ചു, പക്ഷേ നമ്മളെ ശരിയായ വഴി കാണിച്ചിരുന്നത് ഗുരുവാണ്. അത് ആ അമ്മയും അച്ഛനും ഗുരുവാവാം, അതല്ലെങ്കിൽ മറ്റൊരു ഗുരുവാവാം. അപ്പം ഗുരു എന്ന സ്ഥാനം അച്ഛനും അമ്മയ്ക്കും ഉണ്ട്. പ്രത്യക്ഷമായിട്ടുള്ള ആദ്യത്തെ ഗുരു അച്ഛനും അമ്മയും തന്നെയാണ്. അതിനുശേഷം ദീക്ഷാഗുരു. അപ്പോൾ ആ ഗുരുവിൻ്റെ സ്ഥാനം എപ്പോഴും ശിരസ്സിന് മേലെയാണെന്ന് പറയാറുണ്ട്. അതിൻ്റെ മേലെ ആരുമില്ല. അതുകൊണ്ട് തന്നെ ശിരസ്സിലാണ് ഗുരുവിനെ ആരാധിക്കുക. ആ ഗുരുവിൻ്റെ ചരണങ്ങൾ, സാധാരണ നമ്മൾ പറയും പാദം, ഒരാളുടെ കാല് പിടിക്കുക എന്ന് പറയുമ്പം നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഈഗോ പ്രശ്നമായിട്ട് നമ്മൾ കാണാറുണ്ട്. അത് ചെയ്യാൻ പാടില്ല. അധ്യാപകരുടെ കാല് പിടിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അത് ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ വിവാദമാവും. പക്ഷേ എന്താണ് അതിൻ്റെ പിന്നിലെ തത്വം? രാമൻ വനവാസത്തിന് പോയ കാലത്ത് ഇവിടെ രാമപാദം പൂജിച്ചതാണ്. എന്തിനാണ് ഈ പാദം പൂജിക്കുന്നത്? അപ്പോൾ ആരാണോ നമ്മളെ വഴി കാണിക്കുന്നത്, ആ കാല് പിടിക്കുക എന്നുള്ളതല്ല, അയാൾ കാണിക്കുന്ന വഴി ശരിയാണ്, അതിലേ പോയാൽ ശരിയായ സ്ഥലത്തെത്തും, ആ വഴിയേ ആണ് ഞാൻ പോകുന്നത് എന്നുള്ള സ്മരണയാണ് കാല് പിടിക്കുന്നത്. കാല് പിടിക്കുകയല്ല, ആ പാദത്തെ പിന്തുടരുകയാണ്. അപ്പോൾ ആ പാദത്തെ, ഗുരുവിൻ്റെ പാദം ഏതാണോ, ഗുരു കാണിച്ചു തരുന്ന വഴി ഏതാണോ, അതിനെ ഞാനും പിന്തുടരുന്നു എന്നുള്ള അതിനെ ഒന്നുകൂടെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ ആ ശിരസ്സിൽ പാദം വെച്ചുകൊണ്ട്. അതിലപ്പുറത്തൊന്നുമില്ല, മറ്റൊരു വഴിയും ഇല്ല.
സാധാരണ തന്ത്രത്തിൻ്റെ തന്നെ ഈ ഭാരതീയമായിട്ടുള്ള എല്ലാ ദർശനങ്ങളും ഷഡ്ദർശനങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത സംസാരമാകുന്ന സമുദ്രം തരണം ചെയ്യാൻ. സംസാരം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച സംബന്ധമായിട്ടുള്ള ദുഃഖം, ആ ദുഃഖം തരണം ചെയ്യാനായിട്ട് എന്താ മാർഗം? ഇതാണ് ഏത് ശാസ്ത്രത്തിൻ്റെ ആദ്യത്തെ ചോദ്യം. ഭാരതീയമായ ദർശനങ്ങളുടെയും തന്ത്രം പോലെയുള്ള എല്ലാ ശാസ്ത്രങ്ങളുടെയും ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ലോക ദുഃഖങ്ങളിൽ നിന്ന് തരണം ചെയ്യാൻ എന്താണ് മാർഗം? ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യാം. അതിന് മറുപടിയാണ് ഓരോ ശാസ്ത്രങ്ങൾ. അപ്പോൾ ഗുരു അവിടെ കാണിച്ചു തരാണ്, ഇന്നതാണ് ശാസ്ത്രം, ഇന്നതാണ് വഴി, ആ വഴിയെ പോയാൽ ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യാം. അപ്പോൾ അങ്ങനെ ആ ദൃഢമായതിനെ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകാം, അത്രയേ ഉള്ളൂ. അതിലപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഗുരുവിലപ്പുറം കിടക്കും. അപ്പോൾ അതാണ് ഗുരുത്വ ദോഷം ഉണ്ടാകുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗുരുത്വ ദോഷം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്കും മേലെയാണ്, എല്ലാറ്റിനും മേലെയാണ് ഗുരു എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമമായ അംഗം, ഉത്തമാംഗം ശിരഃ പ്രോക്തം, ഏറ്റവും ശ്രേഷ്ഠമായ അംഗം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ തലയാണ്. അപ്പോൾ തലയ്ക്ക് മീതെ വേറൊന്നുമില്ല. അവിടെ ഗുരുവിനെ പ്രതിഷ്ഠിച്ച്, ഗുരുവിൻ്റെ പാദങ്ങളെ പ്രതിഷ്ഠിച്ച് അതിനെ ഞാൻ പിന്തുടരുന്നു എന്നുള്ള ആ ഒരു ഭാവത്തിലാണ് ഗുരുപാദുക പൂജ എന്നൊക്കെ പറയും. അതിനെ ഒരിക്കലും നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ശ്രേഷ്ഠമായതാണ്, നമുക്ക് പോകാനുള്ളൊരു വഴി, കൃത്യമായ വഴി കാണിച്ചിരുന്നതാണ് ഗുരു എന്നുള്ളതാണ് ഇത് കാണിച്ചിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ തത്വത്തെ അറിഞ്ഞ് അനുഷ്ഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉന്നമനം പ്രദാനം ചെയ്യുന്ന ഒരു മാർഗം തന്നെയാണല്ലോ ഇത്. അപ്പോൾ ആ നിലയ്ക്ക്, അതിൻ്റെ ഒരു ഉപാസകൻ എന്ന നിലയ്ക്ക് സമൂഹത്തോട് അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? എൻ്റെ ജീവിതത്തിൽ തന്നെ പറയണമല്ലോ. അപ്പോൾ പഠിക്കാനായിട്ട് നമുക്ക് അവസരങ്ങളുണ്ടാവും. കുട്ടിക്കാലത്ത് പഠിക്കാനായിട്ട് വലിയ ഒരു മിടുക്കനൊന്നുമല്ല, ഇപ്പോഴും പഠിക്കാൻ മിടുക്കനല്ല. പക്ഷേ ഒരാളെ ഈ ഉപാസന മാറ്റും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നെക്കുറിച്ച് പറയുന്നതല്ല, ഈ ഉപാസന ചെയ്യുന്നവരെല്ലാം. ഉപാസന ചെയ്യാത്തവരുണ്ട്, അവർക്കും ഏതെങ്കിലും ഒരു തരത്തിലുള്ള മാറ്റം അവരറിയാതെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഉപാസകരെ സംബന്ധിച്ച് അവരിൽ കൃത്യമായിട്ട് മാറ്റം ഉണ്ടാക്കുന്ന ഒരു അനുഭവം, അത് അനുഭവിച്ചേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാനെന്ന വ്യക്തി റോഡിലൂടെ പോകുന്നു, ആളുകളുമായിട്ട് സമ്പർക്കം ഉണ്ടാകുന്നു, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആളുകളുമായിട്ട് സമ്പർക്കം ഉണ്ടാകുന്നു. ആ സമയത്തൊക്കെ ഞാൻ അറിയാതെ എന്നിൽ എന്തോ പ്രവർത്തിക്കും. ഭൗതികമായ സാഹചര്യങ്ങൾ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ എന്തോ പ്രവർത്തിക്കും. ആ പ്രവൃത്തി ചില സാഹചര്യങ്ങളെ കൊണ്ടേ നമുക്ക് ബോധ്യപ്പെടുള്ളൂ. ഒരവസരം വരുമ്പോഴേ ബോധ്യപ്പെടും. എന്നിൽ എന്ത് കഴിവുണ്ട് എന്നുള്ളത് ഞാൻ അവസരം വരുമ്പോഴേ എനിക്കതറിയാൻ പറ്റും. ഉദാഹരണമായിട്ട് ഒരു വലിയ തെങ്ങ്, ആ തെങ്ങിൻ്റെ മേളിൽ ഓടിക്കയറാൻ പറ്റാത്ത ഞാൻ ഒരു പട്ടിയെ പേടിച്ച് ചിലപ്പോൾ അറിയാതെ ഓടിക്കയറും. അതെന്തുകൊണ്ടാണ് ഓടിക്കയറുന്നത്? നമ്മളറിയാതെ ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞ പോലെ ചില ശക്തികൾ നമ്മളിലുണ്ട്. ആ ശക്തിയെ കണ്ടെത്താനും അതിനെ തിരിച്ചറിയാനും അതിനെ പ്രയോജനപ്പെടുത്താനും പറ്റിയ ഏറ്റവും ഉത്തമമായൊരു ശാസ്ത്രമാണ് തന്ത്രശാസ്ത്രം. അതിനെ വേണ്ട രീതിയിൽ, അതാണ് അടിവരായിട്ട് പറയേണ്ടതാണ്, വേണ്ട രീതിയിൽ, കൃത്യമായ രീതിയിൽ, ദുരുപയോഗം ചെയ്യാതെ സമൂഹത്തിന് നന്മയുണ്ടാകുന്ന രീതിയിൽ, ഭാവിക്ക് ശുഭമാകുന്ന രീതിയിൽ പ്രയോജനം ചെയ്യാൻ സാധിക്കണം. അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ഗ്രന്ഥത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്നതിന് ഒരുപാട് നന്ദി. നമസ്കാരം.